ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അഴിയന്നൂർ ദോശ, വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു അഴിയന്നൂർ ദോശ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെർപ്പളശ്ശേരി ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ ഉള്ളത്. എനിവേ ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇടത്തോട്ട് പോകും. പക്ഷേ വളരെ പ്രസിദ്ധമായിട്ടുള്ള അഴിയന്നൂർ ദോശ എന്ന് പറയുന്നത് അധികമാർക്കും, നമ്മുടെ നാട്ടിലുള്ള അധികമാർക്കും അറിയില്ല. ഇതാണല്ലേ, ഇത് അഴിയന്നൂർ ബ്രാഞ്ച് HDFCയുടെ ശാഖയാണ്. ഇവിടുന്ന് നമ്മളിതാ ഈ ഓട്ടോകൾ പാർക്ക് ചെയ്തിട്ടുള്ള സൈഡിൽ നിന്ന് നേരെ ഇടത്തോട്ട് മുകളിലോട്ടായിട്ട് കയറിപ്പോകും, ഒരു സ്കൂളിൻ്റെ സൈഡിൽ കൂടെ. ഓക്കെ, നമ്മളിതാ ഇങ്ങനെ കയറുമ്പോൾ ആൾക്കാർക്ക് തോന്നും, ചിലപ്പോൾ കാണുന്നവർക്ക് തോന്നും നമ്മൾ വഴി തെറ്റിയോന്ന് തോന്നും. ഫസ്റ്റായിട്ട് വരുന്ന ഒരാൾക്ക് ഫസ്റ്റ് ഇത് വഴി തെറ്റിയോ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. പക്ഷേ ഇത് വഴി തെറ്റിയതല്ല, ഇതാണ് അങ്ങോട്ടുള്ള വഴി. വയനാട് പ്രദേശത്ത് ഷൂട്ടിങ്ങുകളോ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വളരെ പ്രമുഖരായിട്ടുള്ള പല സിനിമാ താരങ്ങളും സംവിധായകരും എല്ലാവരും വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഈ വഴിയും കാര്യങ്ങളും കാണുമ്പോൾ തോന്നും ഇതേതോ കുഗ്രാമത്തേക്കാണ് പോകണമെന്ന്. പക്ഷേ കുഗ്രാമങ്ങളിലാണല്ലോ പല രഹസ്യങ്ങളും ഒളിഞ്ഞെടുക്കുന്നത്. അതൊന്നും ഞാൻ ആദ്യമേ പറഞ്ഞു. കഴിഞ്ഞ 1 വർഷം ആവാറായി ഇപ്പോൾ നമ്മുടെ രാജസ്ഥാൻ ട്രിപ്പ് കഴിഞ്ഞു വന്നിട്ട്. അപ്പം അതിൻ്റെ ശേഷം നമ്മുടെ ആ പഴയ ടീമുമായിട്ട് നമ്മൾ പോണ സ്ഥലമാണ് ഇപ്പോൾ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ മറ്റേ തോട്ടരക്കത്തി കാണിച്ചു തന്നു. തോട്ടരക്കത്തിയിൽ എനിക്കതിനെപ്പറ്റി പറയാനറിയില്ല. സോ നമ്മുടെ ഗിരീഷ് മാഷാണ് അതിനെ പറ്റിയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം പണ്ട് മുതലേ അറിയാം ഇതിനെല്ലാത്തിനും സപ്പോർട്ട് ഇവർ 3 പേരുമാണ്. ഇവർ 3 പേരും ഇല്ലെങ്കിൽ ഞാൻ എന്നുണ്ടാവില്ല, ക്യാമറയുടെ മുമ്പിൽ എത്തില്ല. അപ്പം ഇതാ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്, നമ്മുടെ അഴിയന്നൂർ ദോശ. ഇതാ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ചെറിയൊരു കടയാണ് നമ്മുടെ ദോശ. അപ്പം ഇന്ന് നമ്മൾ വന്നപ്പം കട തുറന്നിട്ടില്ല. കാരണം മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും ഈ കടയുടെ ആളാണ് കേട്ടോ നിൽക്കണത്. നമ്മൾ മൊത്തത്തിൽ ഇന്ന് മഴയുടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഇവിടെ ഒന്നും ഓപ്പൺ അല്ല. കാരണം ആളുകൾ കുറവാണ്, മഴയുടെ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് പാലക്കാട് ജില്ലയ്ക്കും മലപ്പുറം ജില്ലയ്ക്കും ഒക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസങ്ങളാണ്. ഞങ്ങൾ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെയൊന്നും വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയെന്ന് മാത്രം. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അടുത്തൊരു ഇഡ്ഡലി കട, ഞങ്ങൾ അതാണ് അടുത്ത് ഫോക്കസ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് വിശപ്പ്. ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു, ഹോട്ടൽ ഹരിഹരപുത്ര വിലാസ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചാലോ എന്നുള്ളൊരു ആലോചനയിലാണ്. ബാക്കി നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ വണ്ടി തിരിച്ചു, ഇനി ഹോട്ടലിൽ നിന്ന് കഴിക്കാന്നുള്ളൊരു പ്ലാനിലാണ്. ഓക്കെ, അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഹോട്ടൽ ഹരിഹരപുത്ര വിലാസ്. ഇവിടെ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് കഴിച്ച് നോക്കിയിട്ട് ബാക്കി പറയാം. ഇവിടെ അടിപൊളി ദോശയും കാര്യങ്ങളൊക്കെ ആണെന്നാണ് എല്ലാവരും പറയണത്. ഓക്കെ, ഇവിടെ ഇരിക്കേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരിക്കും. ഞങ്ങൾക്കൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഇരുന്നു. ഒരു ചെറിയ കടയാണ്, പക്ഷേ ഉണ്ട് അത്യാവശ്യം നല്ല തിരക്ക്. ഫസ്റ്റ് ഓർഡർ ചെയ്തത് ദോശയാണ്. ഓരോ സിംഗിൾ ദോശ നല്ല ചൂട് ആവി പറക്കണ അടിപൊളിയായിട്ട്. ഫ്രണ്ട്സ്, ഫസ്റ്റ് ദോശ ഒന്ന് ട്രൈ ചെയ്യാൻ പോകാം. പക്ഷേ കഴിച്ച് കഴിഞ്ഞിട്ട് ആസ്വദിച്ചിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട് മാഷേ? ഉണ്ട്, രണ്ടെണ്ണത്തിലുണ്ട് ഫ്രണ്ട്സ്. ഇതിൽ ചമ്മന്തി ഉണ്ടല്ലോ, സാധനം ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവല് സാധനമാണ്. ഇതാണ്ടോ ദോശൻ്റെ പകുതിയായി. സത്യം പറഞ്ഞാൽ 2 ദോശ പറഞ്ഞാൽ മതിയായിരുന്നു ആദ്യം തന്നെ. പക്ഷേ ദോശ തീർന്നു കേട്ടോ. റോസ്റ്റിനായിട്ടുള്ള വെയിറ്റ് ചെയ്ത് ഓക്കെ, റോസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോസ്റ്റ് എത്തിയേക്കാം.
റോസ്റ്റും വന്നു. ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് സാധാ റോസ്റ്റാണ്. അതിനെന്താ ചമ്മന്തി, ഇതാണ് ഞാൻ ആ പറഞ്ഞ ചമ്മന്തി ഇടാം. കഴിച്ചപ്പോഴേക്കും കറണ്ട് പോയിട്ടോ. അപ്പം ഇതവിടെ 4 റോസ്റ്റ് നമ്മൾ പാർസൽ പറഞ്ഞിട്ടുണ്ട്. ചേട്ടനത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എത്ര ഏട്ടാ? കഴിച്ചു. ഒരു റോസ്റ്റിന് അവിടെ 30 രൂപയാണ് ചാർജ് ചെയ്യണത്. ദോശ എല്ലാതും ഒന്നിനൊന്ന് മെച്ചാണ്, കുഴപ്പമൊന്നുമില്ല. ചമ്മന്തിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് ഇടണം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.